മടിച്ചിരുന്നെൻ്റെ മനുഷ്യജന്മം വൃഥാ നശിച്ചിടാതെ വലിച്ചിടുവാനായി ശ്രീഭൂതനാഥ പ്രിയസൂനുവാകും ശ്രീഭൂതനാഥ തരണം സഹായം. ജയാർത്ഥികളായിട്ടുള്ള രാജാക്കന്മാർ എങ്ങനെയാണ് പോർക്കളത്തിലേക്ക് സൈന്യങ്ങളെ നയിക്കേണ്ടത് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു. അപ്പോൾ ഭീഷ്മപിതാമഹൻ പറയാണ്, യുദ്ധത്തിന് തികച്ചും ശാസ്ത്രീയവും ധാർമ്മികവുമായ നിലയിലെ യുദ്ധത്തിന് ഒരുങ്ങാവൂ. അങ്ങനെയുള്ള യുദ്ധം കൊണ്ട് മാത്രമേ ശ്രേയസ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. എന്നാൽ അതേസമയം അശാസ്ത്രീയങ്ങളും കപടങ്ങളുമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളും അറിഞ്ഞിരിക്കണം. ശത്രുക്കൾ പലതരക്കാരായിരിക്കും. അതിൽ കള്ളന്മാരും കപടശാലികളും ഉണ്ടാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള യുദ്ധതന്ത്രവും അറിഞ്ഞിരിക്കണം. ഒരിക്കലും പ്രയോഗിക്കരുത്. പോർക്കളത്തിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെയോ ഉപകരണത്തിൻ്റെയോ കുറവ് ഉണ്ടാവരുത്. അത് യുദ്ധത്തിനെ വല്ലാണ്ട് ബാധിക്കും. ഭടന്മാർ പൗരുഷശാലികളായിരിക്കണം. ഭടന്മാർക്കിടയിൽ ഭീരുക്കളുണ്ടാവും. അവരെ നിരീക്ഷിച്ച് മാറ്റി നിർത്തണം. ചൈത്രം മാർഗശീർഷം എന്നുള്ള മാസങ്ങളാണ് യുദ്ധത്തിന് അനുകൂലമായ മാസങ്ങൾ. മഴ ശല്യം ഉണ്ടായിരിക്കരുത്. സമനിരപ്പായ പുൽമൈതാനം വേണം യുദ്ധത്തിന് തിരഞ്ഞെടുക്കാൻ. തൊട്ടടുത്ത് ജലാശയവും ഉണ്ടായിരിക്കണം. സേനയ്ക്ക് മുന്നിൽ കാലാൾപ്പട, അതിന് പിന്നിൽ ആന, കുതിര, രഥം അങ്ങനെ വേണം അണിനിരക്കാൻ. നല്ല നക്ഷത്രവും തിഥിയും നോക്കി ദേവന്മാരെയും ഗുരുജനങ്ങളെയും ഒക്കെ വണങ്ങി അവരെ പൂജിച്ച് വേണം യുദ്ധത്തിന് പുറപ്പെടാൻ. അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ശൂരന്മാരായ ഭടന്മാരെ തിരഞ്ഞെടുക്കണമെന്ന്. ഈ ശൂരന്മാരായ ഭടന്മാരുടെ ലക്ഷണങ്ങൾ എന്താ? ശൂരന്മാരായ ഭടന്മാരുടെ ലക്ഷണങ്ങൾ ഭാരതഭൂമിയിലെ ജനങ്ങളുടെ മനസ്സാന്നിധ്യവും കായികക്ഷമതയും തിരിച്ച് പറഞ്ഞു കൊടുത്തു. പൊതുവെ ഇന്നന്ന ഭാഗങ്ങളിൽ ഉള്ളവർ ശൂരന്മാരും ഇന്നന്ന ഭാഗങ്ങളിൽ ഉള്ളവർ ഭീരുക്കളും ആയിരിക്കും എന്നുള്ള ഒരു സാമാന്യ വിജ്ഞാനവും പകർന്നു കൊടുക്കുകയുണ്ടായി. സാധാരണ ശൂരന്മാരും ഭീരുക്കളും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. എന്നാൽ ചില സ്ഥലങ്ങളിലുള്ളവർക്ക് ചില പ്രത്യേകതകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോരുത്തരുടെയും കണ്ണ്, നോട്ടം, വാക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭീരുക്കളെയും ശൂരന്മാരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിതാമഹ, വിജയസൂചകമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? വിജയപരാജയങ്ങളെ സൂചിപ്പിക്കുന്ന അനേകം ലക്ഷണങ്ങളെ അതിൻ്റെ മറുപടിയായിട്ട് പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് വേണ്ടത് രാജാവിന് കാലബലവും ദൈവാനുകൂല്യവുമാണ്. പ്രജകളുടെ വിശ്വാസത്തിന് അദ്ദേഹം പാത്രീഭൂതനായിരിക്കണം. അനിവാര്യമാണെങ്കിൽ മാത്രമേ യുദ്ധത്തിന് പുറപ്പെടാവൂ. പ്രായശ്ചിത്തവും ദേവതാർച്ചനയും ഒക്കെ കഴിച്ചതിന് ശേഷം വേണം യുദ്ധത്തിന് പുറപ്പെടാൻ. യാത്ര ആരംഭത്തിൽ ശുഭലക്ഷണങ്ങൾ കാണണം. രാജാവ് വലിയ ക്ഷമാശീലനായിരിക്കണം. എന്ന് വെച്ച് ആസ്ഥാനത്ത് ക്ഷമ കാണിക്കേണ്ട ആവശ്യവും ഇല്ല. ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാവരുടെയും വിശ്വാസത്തെ സമ്പാദിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ്. പ്രകൃത്യാ ശാന്തരും തീക്ഷ്ണരുമായ ശത്രുക്കളോട് എങ്ങനെയാണ് രാജാവ് പെരുമാറേണ്ടത്? അതും പറഞ്ഞുതരാം. ഇതേ ചോദ്യം പണ്ട് ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചോദിക്കുകയുണ്ടായി. ബുദ്ധിമാനായ രാജാവ് ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുക്കൾ രാജാവിന് ഇല്ലാതിരിക്കുന്നതാണ് ഉത്തമം. സമർത്ഥനായ നൈപുണ്യായ രാജാവിന് ശത്രുക്കൾ വളരെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ. ദുർബലരായവരെ ഭയപ്പെടുത്തുക, സമന്മാരെ ഹൃദയം കൊണ്ട് അടുപ്പിക്കുക, പ്രബലന്മാരെ ആശ്രയം കൊണ്ട് വശത്താക്കുക. ഇതുകൊണ്ടൊന്നും സ്വാധീനിക്കാൻ കഴിയാത്തവനാണ് യഥാർത്ഥ ശത്രു. അവൻ ശത്രു മാത്രമല്ല, ദുഷ്ടൻ കൂടിയാണ്. അങ്ങനെയുള്ളവരെ ദണ്ഡിക്കുക തന്നെ വേണം. രാജാവ് സൗമ്യനോ ക്രൂരനോ എന്ന്
ആർക്കും ഊഹിക്കാൻ പോലും കഴിയരുത്. സന്ദർഭത്തിനനുസരിച്ച് രാജാവ് സൗമ്യനും ക്രൂരനുമായി മാറണം. ദുർമന്ത്രിമാരെ വിശ്വസിച്ചതുകൊണ്ടോ സ്വയം വൈകല്യം കൊണ്ടോ ഐശ്വര്യം നശിക്കാൻ ഇടവന്നാൽ രാജാവ് പിന്നീട് പൂർവസ്ഥിതിയിൽ അതിനെ എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ക്ഷേമദർശി എന്ന് പറഞ്ഞ ഒരു കോസല രാജാവ് ഒരിക്കൽ ഇങ്ങനെയായി തീർന്നു. അദ്ദേഹം കാലകവൃക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷിയെ സമീപിച്ച് തൻ്റെ അവസ്ഥ അറിയിച്ചു. കാലകവൃക്ഷി കോസലന് പറഞ്ഞു കൊടുത്ത മറുപടി കേൾക്കൂ. ധാരാളം ദ്രവ്യം ദാനം ചെയ്ത് സുഖികളായിട്ടിരിക്കുന്നവരുണ്ട്. അവരെ വിവേകികളുടെ കൂട്ടത്തിൽ വേണം പെടുത്താൻ. അല്പം ദ്രവ്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കൂ, ആയുഷ്കാലം മുഴുവൻ ദുഃഖിക്കുന്നവരുണ്ട്. അവരാണ് അവിവേകികൾ. അവർക്ക് ത്യാഗത്തെ സഹിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ധനം സുഖത്തിനും ദുഃഖത്തിനും കാരണമേ അല്ല. ഭാവനയാണ് രണ്ടിനെയും ഉണ്ടാക്കി തീർക്കണത്. തൻ്റെ കയ്യിലെത്തും മുമ്പും തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ധനം അല്പസമയം തൻ്റെ കയ്യിൽ തങ്ങുമ്പോഴും അത് എങ്ങനെ തൻ്റേതായി തീരും എന്നുള്ള ഭാവനയാണ് ഇങ്ങനെയൊക്കെ ദുഃഖിക്കാൻ ഇടവരുത്തുന്നത്. ആ ഭാവനയാണ് ധനം നഷ്ടപ്പെടുമ്പോൾ ദുഃഖത്തിന് ഇടയാക്കുന്നത്. ഈ ലോകത്തിൽ ശാശ്വതമായി ഒന്നും നിലനിൽക്കുന്നില്ല. ലക്ഷ്മി ദേവി ഒരിക്കലും സ്ഥിരമല്ല. ദേവി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അച്ഛൻ, മുത്തച്ഛൻ, അങ്ങനെ കുടുംബത്തിൽ പലരും ഇല്ലാണ്ടായില്ലേ? അതുപോലെ ഈ ജഗത്തും വസ്തുതയില്ലാത്തൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം എപ്പോഴും ഉള്ളതായിട്ട് നിലനിൽക്കാൻ വഴിയില്ല. വസ്തുസത്തയ്ക്ക് മാത്രമേ ശാശ്വതമായ ആസ്തിത്വം ഉള്ളൂ. അതിനാൽ ഈ പരാമർശങ്ങളെ ഉൾക്കൊണ്ട് വ്യാമോഹങ്ങളെ അകറ്റി തൻ്റെ കർത്തവ്യം മാത്രം പാലിക്കൂ. എല്ലാം സുഖമായി വരും. ഈ ഉപദേശമൊക്കെ കേട്ട ക്ഷേമദർശിക്ക് വലിയ തൃപ്തിയൊന്നും ആയില്ല. ഐശ്വര്യപ്രാപ്തിക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ മഹർഷേ എന്ന് ചോദിച്ചു. കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ കാലങ്ങളെക്കുറിച്ച് വിദ്വാൻമാർ ചിന്തിക്കാറില്ല. അപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ മാത്രം ചിന്തിക്കൂ. അതുകൊണ്ട് അങ്ങ് അഭിമാനമൊക്കെ അകറ്റി വയ്ക്കൂ. എന്നിട്ട് വിദേഹ രാജാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കൂ. അപ്പം പഴയ ഐശ്വര്യം വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ശത്രുക്കളെയൊക്കെ അകറ്റി അങ്ങയ്ക്ക് ദ്രവ്യസമ്പന്നനാകാൻ കഴിയുമെന്ന് ഉപദേശിച്ചു. ഇത് കേട്ട കോസല രാജാവ് അതിന് തയ്യാറായി. മഹർഷി തന്നെ മുൻകൈയെടുത്ത് മിഥില രാജാവിനെ വരുത്തി വേണ്ടതുപോലെ പറഞ്ഞ് യോജിപ്പിച്ച് രണ്ടുപേരെയും അന്യോന്യം സഖ്യം ചെയ്യിച്ചു. അതിൻ്റെ ഫലമായി മിഥില രാജാവിൻ്റെ സഹായം ക്ഷേമദർശിക്ക് ധാരാളം കിട്ടി. മിഥില രാജാവ് തൻ്റെ പുത്രിയെ തന്നെ ക്ഷേമദർശിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയുണ്ടായി. ക്ഷേമദർശി പിൽക്കാലത്ത് സമ്പന്നനും പ്രൗഢിയുമുള്ള രാജാവായി തീർന്നു. ക്ഷാത്രധർമ്മത്തിൻ്റെ ഒരു സ്വരൂപമാണ് ഇവിടെ തെളിയണത്. ക്ഷത്രിയന് ജയപരാജയങ്ങളും സമ്പന്നാവസ്ഥകളും തുല്യമാണ്. ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടി ഉള്ളവൻ മാത്രമായിരിക്കണം ക്ഷത്രിയൻ. ജീവിതത്തിൽ ആ ബോധം വളർത്തുകയാണെങ്കിൽ അവൻ എപ്പോഴും സുഖിയായിരിക്കും. ആ രാജാവ് തൻ്റെ രാജ്യം ധർമാധിഷ്ഠിതമായി ഭരിക്കാൻ കഴിവുള്ളവനായിത്തീരും എന്ന് ഭീഷ്മപിതാമഹൻ്റെ അടുത്ത ഉപദേശം കേട്ട് യുധിഷ്ഠിരൻ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.